ഷഫീഖ് നസ്രുള്ള ചേരുന്നു സ്ഥലത്ത് നിന്ന്. ഷഫീഖ്, ഈ മണ്ണിനുള്ളിലുള്ള തെരച്ചിൽ അവസാനിപ്പിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പുഴയിലേക്ക് കൂടുതൽ തെരച്ചിൽ ശക്തമാക്കാനാണ് രക്ഷാപ്രവർത്തകരുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ദേശീയപാതയിൽ അടിഞ്ഞുകൂടിയ മണൽ അവിടുന്ന് നീക്കം ചെയ്യുന്ന പ്രവൃത്തി പൂർണ്ണമായിരിക്കുന്നു. ആ മണലിൽ ഈ ലോറി ഉണ്ട് എന്ന സംശയത്തെ തുടർന്ന് നടത്തിയ പരിശോധനയാണ് പൂർത്തിയായത്. മണ്ണ് പൂർണ്ണമായി മാറ്റുമ്പോഴും അവിടെ ലോറിയില്ല എന്ന് സ്ഥിരീകരിക്കുന്നു. ലോറി ഈ പുഴയുടെ ഭാഗത്തേക്ക് പോയിട്ടുണ്ടാവും എന്നൊരു സംശയമാണ്. ശക്തമായ ഒഴുക്കിൽ ഈ മണൽ ഇങ്ങനെ ശക്തമായി ഒഴുകി വന്നപ്പോൾ അതിന്റെ ശക്തിയിൽ പുഴയിലേക്ക് ഈ ലോറി പോയിട്ടുണ്ടാവാം എന്ന ഒരു സംശയമാണ് സ്ഥലം പ്രകടിപ്പിച്ചത്. അത് നേരത്തെ തന്നെ അത്തരം ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അർജുന്റെ കുടുംബവും വാഹനത്തിന്റെ ഉടമയും അവരുടെ സുഹൃത്തുക്കളും ഒക്കെ ഈ ദേശീയപാതയുടെ ഭാഗത്ത് കിടന്നിരുന്ന മണ്ണിൽ തന്നെയാണ് ഈ ലോറി ഉള്ളത് എന്ന് പറഞ്ഞിരുന്നു. അവിടെ ലോറി ഉണ്ട് എന്നതായിരുന്നു അവരുടെ പ്രതീക്ഷയും വിശ്വാസവും. അതിന്റെ ഭാഗമായി അവിടെ പൂർണ്ണമായും മണ്ണെടുത്ത് മാറ്റുന്ന പ്രവൃത്തിയാണ് ആദ്യഘട്ടത്തിൽ ശ്രദ്ധിച്ചിരുന്നത്. അത് പൂർണ്ണമായും അവിടുന്ന് നീക്കം ചെയ്തു. അവിടുന്ന് പൂർണ്ണമായും നീക്കം ചെയ്യുമ്പോഴും ഈ ലോറി അവിടെ ഇല്ല എന്ന് സ്ഥിരീകരിക്കുന്നു. ഇനി പുഴയിൽ ആണ് പരിശീലിക്കാനുള്ള സാധ്യത. പുഴയിൽ അത് കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ പുഴയിൽ നിന്ന് മണ്ണെടുത്ത് മാറ്റുക എന്നത് ശ്രമകരമായ പ്രവൃത്തിയാണ്. മണൽ കൂനകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആ മണൽ കൂനകൾ പൂർണ്ണമായും അവിടെ നിന്ന് മണ്ണെടുത്ത് മാറ്റിയാൽ മാത്രമേ ഈ ലോറി അതിനകത്തുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയൂ. പക്ഷേ മണ്ണ് ആ പുഴയിൽ നിന്ന് അങ്ങനെ നീക്കം ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ശക്തമായ കുത്തിയൊഴുക്കുണ്ട്, അതുപോലെ നല്ല മഴയുണ്ട്. അതിന്റെ സമീപത്ത് തന്നെയാണ് റെയിൽവേ പാലമുള്ളത്. ആ പാലം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യുക എന്ന് പറയുന്നത് ദുഷ്കരമായ പ്രവൃത്തിയാണ് എന്നും MLA കൂട്ടിച്ചേർക്കുന്നുണ്ട്. പക്ഷെ നാളെ രാവിലെ തന്നെ ഈ പുഴയിലുള്ള പരിശോധന ശക്തമാക്കും. അതിന് വിദഗ്ധ സംഘമെത്തും. കൂടുതൽ ദൂരത്തേക്ക് മണ്ണെടുക്കാൻ കഴിയുന്ന യന്ത്ര സാമഗ്രികൾ എത്തിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സ്ഥലം MLA സൂചിപ്പിച്ചത്. ശരി ഷഫീഖ്.